ഗൂഗിൾ പ്ലേ റെഡീം കോഡ് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് ബൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഗൂഗിൾ പേയിൽ വന്നതിന് ശേഷം ബിൽസ് ആൻഡ് റീചാർജ് എന്നുള്ളതിന് താഴെയായിട്ട് വ്യൂ ഓൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ ഗൂഗിൾ പ്ലേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബൈ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. പ്ലേ സ്റ്റോർ റീചാർജ് കോഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര രൂപ എമൗണ്ട് വരുന്ന കോഡാണോ വേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടിക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേൻ്റെ UPI പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേയുടെ റീചാർജ് കോഡ് പർച്ചേസ് ആകുന്നതാണ്. ടിക്ക് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബൈ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജിമെയിലിലോട്ട് ബിൽ പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ റെഡീം കോഡും ഒക്കെ സെൻഡ് ആകുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ റീചാർജ് കോഡ് എന്ന് പറയുന്ന ഭാഗത്തിന് താഴെയായിട്ട് നിങ്ങൾക്കൊരു കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ഹെയർ യുവർ കോഡ് എന്നുള്ളതിന് താഴെയായിട്ട് ആ കോഡ് കാണാം. ആ കോഡായിരിക്കും നിങ്ങളുടെ റെഡീം കോഡായിട്ട് ലഭിച്ചിട്ടുണ്ടാകുക. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ റെഡീം ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഗൂഗിൾ പേയിലോട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ സ്ലിപ്പിൽ തന്നെ റീചാർജ് കോഡ് എന്നുള്ളതിന് താഴെയായിട്ട് റെഡീം കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രൂപത്തിലാണ് ഗൂഗിൾ പേയുടെ റീചാർജ് കോഡ് ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നത്. അതിനുശേഷം ലഭിക്കുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേയുടെ ഗെയിമുകളിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.